നമസ്കാരം. മലയാളത്തിൻ്റെ ഇതിഹാസ സാഹിത്യകാരൻ ലോക പ്രശസ്തനായ ടി വാസുദേവൻ നായർ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു ഇന്നലെ രാത്രി 10 മണിക്ക്. ആ 10 മണിക്ക് എവിടെ വെച്ചാണ് വിട്ടുപിരിഞ്ഞതെന്ന് നമ്മളെല്ലാവരും അറിയേണ്ടതാണ്. കുപ്രസിദ്ധമായ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നത്. വൃക്കവാണിഭത്തിലൂടെയും അതേപോലെ വെൻറ്റിലേറ്ററിൽ വെച്ച് പണം വാങ്ങി ആൾ മരിച്ചാലും ദിവസങ്ങളോളം വെൻറ്റിലേറ്ററിൽ വെച്ച് പണം തട്ടുന്ന ഒരു ഹോസ്പിറ്റൽ. എത്രയോ തെളിവുകൾ ക്രൈം പുറത്തു കൊണ്ടുവന്നതാണ്. ആ ക്രൈം പുറത്തു കൊണ്ടുവന്ന തെളിവുകൾ വലിയ ഭൂകമ്പമായി തീരുകയും പിന്നീട് അന്വേഷണം നടത്തുകയും സർക്കാർ തന്നെ അന്വേഷിച്ച് മുഹമ്മദ് യാസിൻ റിപ്പോർട്ട് പുറത്തു വരിക. അതിൽ ഈ ഹോസ്പിറ്റലിൽ മാഫിയ പ്രവർത്തനം നടന്നു എന്ന് ഡോക്ടർമാരും ഹോസ്പിറ്റൽ അധികൃതരും അതേപോലെ ഉള്ളവരും ചേർന്നുകൊണ്ട് വേലക്കാരെല്ലാം ചേർന്നുകൊണ്ട് മാഫിയ പ്രവർത്തനം നടന്നു എന്ന് റിപ്പോർട്ടുള്ള ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലാണ് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ലെജൻഡായ ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന നമ്മുടെയെല്ലാം പ്രിയങ്കരനായ കഥാകാരൻ, അല്ലെങ്കിൽ പത്രപ്രവർത്തകൻ, അല്ലെങ്കിൽ പത്രാധിപർ ആയിരുന്ന ആൾ. അതേപോലെ തന്നെ തിരക്കഥാകൃത്ത്, അതേപോലെ സംവിധായകനായിരുന്നു. അല്ലെങ്കിൽ ധാരാളം നമ്മൾ അവിശ്വസനീയമായ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് നമ്മുടെ മനസ്സിൽ ഇടം നേടിത്തന്ന സാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമ ടി വാസുദേവൻ നായർ ചികിത്സ തേടിയത് എന്ന് അറിയുമ്പോൾ നമുക്ക് നാണം വരും. കാണിക്കേണ്ടി വരും. കാരണം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രായ്ക്കവരാമാന അമേരിക്കയിലേക്ക് മായ ക്ലിനിക്കിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ പോകുമ്പോൾ നമ്മുടെ പൊതുസ്വത്തായ ടി വാസുദേവൻ നായർ പോകുന്നതോ ഈ ഹോസ്പിറ്റലിലേക്കാണ്. അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ നടത്തി കൊടുക്കേണ്ടത് ആരായിരുന്നു? സർക്കാരായിരുന്നു. പിണറായി വിജയൻ അമേരിക്കയിലെ മായ ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ടി വാസുദേവൻ നായർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ് ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് നടത്തിയില്ല? ആരോഗ്യമന്ത്രി എവിടെ പോയി? കോഴിക്കോട് ഇല്ലാത്ത നിപ്പയുടെ പേരിൽ വന്ന് പത്രക്കാരെയും കൂട്ടി ഇവിടെ കോലാഹലം കൂട്ടിയിട്ടുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജ് എവിടെ പോയി? മുഹമ്മദ് റിയാസ് ഒന്ന് തല കാണിച്ചു പോയി, ശശീന്ദ്രൻ തല കാണിച്ചുകൊണ്ട് പോയതെന്ന് മതിയാവോ? മുഖ്യമന്ത്രി അപ്പോൾ തന്നെ ഇടപെട്ട് കേരളത്തിൻ്റെ സാഹിത്യകാരൻ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ സാഹിത്യകാരനാണ്. നമ്മുടെയെല്ലാം നമ്മൾ അഹങ്കരിക്കുന്ന പേരാണ് ടി വാസുദേവൻ നായർ. ഞാനൊക്കെ ജനിച്ചത് മുതൽ അദ്ദേഹം പേര് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകളും അതേപോലെ അദ്ദേഹത്തിൻ്റെ നോവലുകളും വായിച്ച് സാഹിത്യം എന്താണെന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ടി വാസുദേവൻ നായർ. അദ്ദേഹം മുമ്പ് ക്രൈമിനൊരു ആപത്ത് വന്നപ്പോൾ എന്നെ കള്ളക്കേസിൽ കൊടുക്കി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ പബ്ലിക്കായിട്ട് പ്രതികരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പബ്ലിക്കായിട്ട് പറഞ്ഞു, ഇത് തെമ്മാടിത്തരമാണ്, ഇത് പത്രസ്വാതന്ത്ര്യത്തിനെതിരാണ്, ജനാധിപത്യ ധ്വംസനമാണെന്ന് അദ്ദേഹം അന്നത്തെ സാംസ്കാരിക നായകന്മാരോടും ഒന്നാം നമ്പറായി പേരിട്ട് അദ്ദേഹം പബ്ലിക് പ്രസ്താവന പത്രങ്ങളിൽ കൊടുത്തിട്ടുള്ള ഒരാളാണ്. അതുപോലുള്ള നിരവധി സമൂഹത്തിലെ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം പങ്കുചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മൂളക്കം മതി അതിൻ്റെ ഒരു ഗർജനമായി മാറും. അദ്ദേഹത്തിൻ്റെ 2 വരി മതി അത് കത്തിപ്പടരാൻ. അത്രയും ശക്തമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ മൂളക്കവും. അതിനർത്ഥവും വ്യാപ്തിയുമുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്ക് വേണ്ടി, സൊസൈറ്റിയിലെ അനീതിക്ക് വേണ്ടി പ്രവർത്തിച്ചുള്ള ഒരാളാണ്. എന്നാൽ പിണറായി വിജയനോ കട്ടും മുടിച്ച് തട്ടിപ്പ് നടത്തി 10-25,000 കോടി രൂപ വിദേശത്ത് കൊണ്ടുപോയി മക്കളെ മാത്രം സുരക്ഷിതരാക്കിയ നേതാവാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിലെ അണികളെ വഞ്ചിച്ചിട്ടുള്ള നേതാവാണ്. ഈ നാടിനെ വഞ്ചിച്ചിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിന് ഇവിടെ കേസ് നടത്താൻ തന്നെ കോടികളാണ് ചിലവഴിക്കുന്നത്. എന്നാൽ സാഹിത്യകാരനായ ജ്ഞാനപീഠ അവാർഡ് നേടിത്തന്ന നമ്മളെ കേരളത്തിന് രണ്ടാമത് നേടിക്കൊടുത്ത അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പിന്നെ ചികിത്സ കൊടുക്കാതിരുന്നത്? കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അപ്പോൾ തന്നെ ചികിത്സയ്ക്ക് പ്രത്യേക വിദഗ്ധന്മാരെ നിശ്ചയിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് വിദഗ്ധന്മാരായ ആളുകളെ, ഡോക്ടർമാരെ എത്തിച്ച് മെഡിക്കൽ കോളേജിലേക്ക് അപ്പോൾ തന്നെ മാറ്റി അദ്ദേഹത്തിന് വേണ്ട കൃത്യമായ ചികിത്സ നൽകാതിരുന്നത്? ആ ചികിത്സ കൊടുക്കാതിരുന്നത് അർത്ഥം പിണറായി വിജയനും അമേരിക്കയിലുമായ ക്ലിനിക്കുണ്ട്. ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ സാഹിത്യകാരന് നമ്മളെ അവിടെ 2-ാം ഊഴത്തിലൂടെ നമ്മളെയെല്ലാം മഹാഭാരതത്തിൻ്റെ വേറെ ലോകത്തിലേക്ക് ഭീമനെ നയിച്ചു കൊണ്ടുപോയ ആ മഹാനായ കഥാകാരന് അദ്ദേഹത്തിന് ഇത്രയും വിലയെ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളൂ എന്നാണ് അർത്ഥം. ഇപ്പോൾ 10-40 വണ്ടി കാറിൻ്റെയും ആംബുലൻസിൻ്റെയും
ഫയർ സർവീസിന് സഹായത്തോടെ പിണറായി വിജയൻ ഈ പ്രദേശത്തെ ഓടിയെത്തുമ്പോൾ ഇതിനെതിരെ, ഈ ഏകാധിപത്യത്തിനെതിരെ, ഈ ഈ ധാർഷ്ട്യത്തിനെതിരെ, ഈ വഞ്ചനയ്ക്കെതിരെ, നാടിനെ വഞ്ചിച്ച് ഏതോ ഒരു രാശാവാണെന്നുള്ള ചിന്താഗതിയോടെ നടക്കുന്ന നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച് അദ്ദേഹം ഏതോ ദേവലോകത്ത് നിന്ന് വന്ന ഒരാളാണെന്നുള്ളത് വരുത്തിച്ച് നമ്മുടെയെല്ലാം നീലക്കുറുക്കനായി കഴിഞ്ഞുകൂടുന്ന പിണറായി വിജയനെ ഇക്കഴിഞ്ഞ ഒരു ദിവസമാണ് അദ്ദേഹം വിമർശിച്ചത്. ഇദ്ദേഹം ഏകാധിപതിയാണ്. EMS ഇതല്ല ഉദ്ദേശിച്ചിരുന്നത്. EMS സാധാരണക്കാരിൽ സാധാരണക്കാരനായി വളരുകയായിരുന്നു, പഠിക്കുകയായിരുന്നു ജീവിതകാലം മുഴുവൻ. എന്നാൽ പിണറായി വിജയനോ ഒന്നും പഠിക്കാതെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ മാത്രം പഠിച്ച നേതാവ്. ആ നേതാവ് കേരളം ഭരിക്കുമ്പോൾ MT വാസുദേവൻ നായർ അങ്ങനെ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെ ചികിത്സ കൊടുക്കും? പിണറായി വിജയൻ ചികിത്സ കൊടുക്കില്ല. കാരണം പിണറായി വിജയന് ഇവിടുന്ന് രാജ്യരാമൻ കുടുംബസമേതം വിദേശത്തേക്ക് പോകാൻ എല്ലാ ചിലവും എഴുതിയെടുത്തിട്ടാണ് പോണത്. അവിടെ പോണ കച്ചവടമാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കട്ടുമുടിച്ചുണ്ടാക്കിയ പണമെല്ലാം വിദേശത്ത് ഫാരിസ് അബൂബക്കർ വഴി സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കുകയാണ്. മകനും മകളെയും സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. നമുക്ക് എന്തെല്ലാം കഥകളാണ് ദിവസേന വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ BJP ഗവൺമെൻറ്റും റെഡിയായി നിൽക്കുന്നു. പിന്നെ എങ്ങനെ നമ്മൾ നാട് നന്നാവും? അങ്ങനെയുള്ള സമയത്ത് MT വാസുദേവൻ നായർ എന്ന് പറയുന്നത് തൃണമായി ഒരു പുല്ലായി കണ്ടിട്ടുള്ള ആളാണ് ആര്? പിണറായി വിജയൻ. പ്രതികാരദാഹിയായ പിണറായി വിജയൻ അദ്ദേഹത്തെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള MT വാസുദേവൻ നായർക്ക് ഏതെങ്കിലും ഒരു വില കൊടുത്തിരുന്നെങ്കിൽ ഈ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ട ചികിത്സ കൊടുത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു. എന്തായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, പാവപ്പെട്ട മലയാളികൾ ഓരോരുത്തരും മനസ്സിലാക്കുക, കമ്മികളായ പിണറായി പറയുന്നതെല്ലാം അന്ധമായിട്ട് വിശ്വസിക്കുന്ന കമ്മികൾ മനസ്സിലാക്കുക, നമ്മൾക്കൊക്കെ ഇതാണ് ഗതി. പിണറായി വിജയന് മയോ ക്ലിനിക്, MT വാസുദേവൻ നായർക്ക് ഭൂലോക തരികിട ഹോസ്പിറ്റലായ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അവിടെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ എത്ര ശ്രമിച്ചു എന്ന് നമുക്കറിയില്ല. പക്ഷേ ഗവൺമെൻറ് സർക്കാരിൻ്റെ പൊതുസ്വത്തായി പ്രഖ്യാപിക്കേണ്ട MT വാസുദേവൻ നായരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കൃത്യമായി പരിചരണം നടത്തി എല്ലാ സുരക്ഷിതത്വം അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാരെ വരുത്തിച്ച്, അല്ലെങ്കിൽ എയിംസിലേക്ക് പറഞ്ഞേച്ച്, അല്ല അമേരിക്കയിലേക്ക് പറഞ്ഞേച്ച് എന്തുകൊണ്ട് രക്ഷപ്പെടുത്തിയില്ല? നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഓരോ മലയാളിയും ചോദിക്കേണ്ട ചോദ്യമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനെത്തിയിട്ടുള്ള. സാഹിത്യരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, പത്രപ്രവർത്തന രംഗത്ത്, സിനിമാ രംഗത്ത് തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചിട്ടുള്ള അസാധാരണ പ്രതിഭയായിരുന്ന MT വാസുദേവൻ നായരെ കാണാൻ, ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ചു തീർത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ ഉള്ള കഥാപാത്രങ്ങളിൽ നിഷേധിയായ ആ കഥാപാത്രത്തെ ഒന്ന് കാണാൻ ആയിരക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കമുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ സിത്താര എന്ന വീട്ടിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത്. ഇനി ഒരിക്കലും നമുക്ക് MT വാസുദേവൻ നായരുടെ കാണാൻ പറ്റില്ല. അവസാനം ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ജനം ഒഴുകിയെത്തിയത്. ഇന്ന് മാവൂർ റോഡ് ശ്മശാനത്തിൽ അദ്ദേഹത്തെ സംസ്കരിക്കും. അവിടെയാണ് എൻ്റെ അമ്മയും സംസ്കരിച്ചിട്ടുള്ളത്. അതേ സ്ഥലത്താണ് ഇപ്പോൾ MT വാസുദേവൻ നായരും പോകുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത നൊമ്പരമാണ്. ഞാനും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു. കാരണം എനിക്കൊരാപത്ത് വന്നപ്പോൾ അദ്ദേഹം ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുക മാത്രമല്ല, എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് അദ്ദേഹം ഒരു പുസ്തകമാക്കാൻ താല്പര്യപ്പെട്ടിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കൊല്ലം മുതൽ എറണാകുളം വരെയുള്ള ഒരു യാത്രയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, പ്രശസ്തനായൊരു പത്രപ്രവർത്തകനായി തീരും എന്നോട് അദ്ദേഹം പറഞ്ഞിരുന്നു അന്ന്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.